കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിൽ തീപിടുത്തം. തൊഴിലാളി സമരം തുടരുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങൾ AK അഭിലാഷ് നൽകും. അഭിലാഷ്, വലിയ തീപിടുത്തമാണോ? തീ അണയ്ക്കാനുള്ള ശ്രമം എത്രത്തോളമായി? ആര്യ ഇന്ന് ഏതാണ്ട് 9:30 കൂടിയാണ് കോഴിക്കോട് നഗരത്തിന്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ കോംട്രസ്റ്റ് വ്യൂവിംഗ് ഫാക്ടറിക്ക് തീപിടിക്കുന്നത്. ഇതിന്റെ ഉൾഭാഗത്തുള്ള ഒരു കെട്ടിടത്തിനാണ് തീപിടിക്കുന്നത്. ഏതാണ്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്, ഓടിട്ട കെട്ടിടമാണ്. ഇതിന്റെ അകത്തു നിന്നാണ് തീ ഉയർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം ഉടൻ തന്നെ ഏതാണ്ട് 7ഓളം ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ 1 മണിക്കൂറോളം ശ്രമിച്ചതിന് ശേഷമാണ് ഏതാണ്ട് ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഉൾഭാഗത്ത് പല ഭാഗങ്ങളിൽ ഇപ്പോഴും തീപിടുത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് മുകളിലെ മേൽക്കൂരയൊക്കെ തീപിടിച്ച് അടർന്നു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓടുകളൊക്കെ താഴെ പതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, ഏതാണ്ട് 2009 മുതൽ ഇത് നിയമവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ തീ കൊളുത്തിയതാവാം എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 1.5 വർഷത്തോളം സമരരംഗത്തുള്ള ഈ സമരസമിതി പ്രവർത്തകർ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്തത്. അവരടക്കം ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ വൈകാരികമായി തന്നെയാണ് ഇത്തരത്തിലൊരു ഫാക്ടറിക്ക് തീപിടിക്കുമ്പോൾ അവർ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ സമരസമിതിയുടെ കൺവീനറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നത്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു തീ വെച്ചത് തന്നെയാണ് എന്നാണ് സംശയിക്കുന്നത്. ആസൂത്രിതമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ് ഈ കോംട്രസ്റ്റ്. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സഹായം കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെ ഭൂഷണമല്ല. കാരണം ഇവിടെ ക്രൈംബ്രാഞ്ചും പോലീസും നിരവധി പ്രാവശ്യം ഇത് മുഴുവൻ വളഞ്ഞ് ഇവിടുന്ന് കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കുറ്റവാളികൾ താമസിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തതാണ്. നിരവധി വർഷങ്ങളായി പരാതി കൊടുത്തതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സംഘടിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീ കൊളുത്തിയെന്ന് പറയുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണ്? പ്രധാന കാരണം ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കുന്നതാണ്. ഇന്ന് ഈ ബില്ലിൽ എന്താണോ വിവക്ഷിക്കുന്നത് ഇത് ഒരു മ്യൂസിയം ആക്കി മാറ്റണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ജോലി കൊടുത്തുകൊണ്ട് ഇത് നിലനിർത്തണമെന്നാണ് ബില്ലിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഈ ബിൽഡിംഗ് ആണ് ഇന്ന് എല്ലാവരും കാണുന്നത് ഇത് ഒരു സംരക്ഷിത കേന്ദ്രമായി മാറ്റണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഇത് തീവച്ച് നശിപ്പിക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം എന്തൊക്കെയാണ്? ഈ ബിൽഡിംഗ് നശിച്ചു കഴിഞ്ഞാൽ ഇതിലെ യന്ത്രസാമഗ്രികൾ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ തൊഴിലാളികൾ എവിടെ പോവും? എന്ത് പ്രതീക്ഷയാണ് തൊഴിലാളികൾക്കുള്ളത്? അപ്പോൾ ആ പ്രതീക്ഷ ഇപ്പം നിലനിൽക്കുന്ന പ്രതീക്ഷ പോലും ഇല്ലാതാക്കാനുള്ള ഗൂഢ ആലോചനയുടെ ഭാഗമാണ് ഈ തീ ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ തീ പടരാനുള്ള യാതൊരു സാഹചര്യമില്ല. ഇവിടെ കറണ്ടില്ല, യാതൊന്നുമില്ല. ആരാണ് ഈ തീവച്ചതിന് പിന്നിലെന്ന് സംശയം? ഭൂമാഫിയ. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഭൂമാഫിയ തന്നെയാണ് ചെയ്ത്. ഭൂമാഫിയ 2016 ഇവിടെ നമ്മുടെ ലൈബ്രറിന്റെ നേരെ മുമ്പിലുള്ള പിന്നെ ബിൽഡിങ്ങിന്റെ മതില് പൊളിച്ചു. പാതിരാത്രി ഞങ്ങളത് വീണ്ടും നിർമ്മിച്ചു, വീണ്ടും പൊളിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വന്നില്ല. പിന്നീട് ഗുണ്ടകൾ വന്ന് ബുൾഡോസർ വെച്ച് അവിടെയുള്ള ബിൽഡിങ്ങൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിച്ച് തൊഴിലാളികൾ, ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ഗവൺമെന്റിനെ വിശ്വസിച്ച് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ തൊഴിലാളികളാണ് ചെയ്തിട്ടുള്ളത്. എന്നും ഈ സ്ഥാപനം നിലനിർത്താൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തൊഴിലാളിയെ രാവും പകലുമില്ലാതെ സംരക്ഷിച്ചിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. ചേച്ചി എന്താണ് കരുതുന്നത് ഈ തീപിടുത്തത്തിന് പിന്നിൽ? ചേച്ചി എന്താണ് കരുതുന്നത്? ഞാൻ എന്താണ് കരുതുന്നത് പറഞ്ഞാൽ, ഞാൻ വാർത്ത കണ്ടിട്ട് നിരച്ചിനെ വിളിച്ച് പറഞ്ഞതാണ്, ലത ഈ ഒന്ന് വാർത്ത വെച്ച് നോക്ക്. അപ്പോൾ വാർത്ത വെച്ചാ അങ്ങനെ പറയാൻ വെച്ചാൽ എന്താ പറയണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയുന്നില്ല. എങ്ങനെ തീ പിടിച്ചെന്ന് പറയുകയാണെങ്കിൽ അറിയുന്നില്ല പറയാൻ.
ആര്യ വളരെ വൈകാരികമായി തന്നെയാണ് അവർ ഇടപെടുന്നത്. കാരണം അവർ വളരെ വർഷക്കാലം ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. 2009 മുതൽ ഇത് സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. 2006 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും സർക്കാർ ഈ ബിൽഡിംഗ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല. അവരുടെ ഏക ആശ്രയം അല്ലെ ഏക പ്രതീക്ഷയായിരുന്നു ഈ കെട്ടിടം. ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പോലും ഇവരുടെ പ്രതീക്ഷകൾ കൂടിയാണ് കത്തിയാമരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇവർ വൈകാരികമായി ഇടപെടുകയും ചെയ്തത്. ഏതാണ്ട് 2 ഏക്കറോളം സ്ഥലത്താണ് ഈ കോഴിക്കോട് നഗരത്തിന്റെ നടുവിൽ തന്നെ മാനാഞ്ചിറയ്ക്കടുത്ത് ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലമാണ് ഇവിടെയുള്ളത്. ഈ സ്ഥലത്തുള്ള പ്രധാനമായ ഒരു കെട്ടിടത്തിന് തന്നെയാണ് തീപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴിക്കോട് നിന്നും തൊഴിലാളികളൊക്കെ AK അഭിലാഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.